നമസ്കാരം ജയസൂര്യൻ ചേട്ടാ. ബി ജെ നമസ്കാരം. പിയുടെ ഒരു പ്രമുഖ നേതാവ്, ചെറുപ്പക്കാരൻ, യുവ നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് ബി ജെ പിയുടെ ചിരപുരാതനമായ എതിരാളി കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. എന്താണ് ഈ സന്ദീപ് വാര്യരുടെ പോക്കുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ചലനം എന്താണ്? ഒന്ന് പങ്കുവയ്ക്കാമോ? ബി ജെ പി രാഷ്ട്രീയത്തെ വളരെയേറെ ചിന്തിപ്പിക്കുകയും ആന്തരികമായി വളരെയേറെ ആശങ്കപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂറുമാറ്റമാണ് സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നത്. അതായത് ബി ജെ പി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിൽ. പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഇപ്പോൾ വളരെ വേഗത്തിലാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പുതിയ പ്രവർത്തകർ, പുതിയ അനുഭാവികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഇപ്പോൾ ഇത് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് അവരെ നയിച്ചേക്കാം. അതിന്റെ കാരണം, ഒരു പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് ബി ജെ പിയിലേക്ക് വരുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരാണ് എന്ന് ജനങ്ങൾക്കറിയില്ല, അനുഭാവികൾക്കറിയില്ല, സാധാരണ പ്രവർത്തകർക്കും മെമ്പർമാർക്കും അറിയില്ല. പക്ഷെ ഇനി മുതൽ ബി ജെ പിയുടെ ഓരോ മെമ്പറും ഓരോ അനുഭാവിയും എല്ലാ ബി ജെ പി നേതാക്കന്മാർക്ക് നേരെയും റഡാറുകൾ സ്ഥാപിക്കും, CC ക്യാമറകൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ അവരെ മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കും. ഇയാൾ ആരാണ്, എന്താണ് എന്ന് ജീവചരിത്രം പരിശോധിക്കും, പഴയ കാര്യങ്ങൾ പരിശോധിക്കും, വ്യക്തിജീവിതം പരിശോധിക്കും, അയാളുടെ സംഘടനാ പ്രവർത്തനം പരിശോധിക്കും, അയാളുടെ നോക്കും വാക്കും നടപ്പും ചിരിയും എല്ലാം ആൾക്കാർ ഇനി മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കാൻ തുടങ്ങും. കാരണം അത്രമാത്രം വിശ്വാസമർപ്പിച്ച് ആവേശത്തോടു കൂടി പിന്തുടർന്ന ഒരു യുവ നേതാവ്, ഒരു നല്ല ഡിബേറ്റർ, അങ്ങനെ എല്ലാം കൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മറുവശത്തേക്ക്, നേരെ മറുപക്ഷത്തേക്ക് മാറുമ്പോൾ എന്താണ് ഇതിന് കാരണം എന്നെല്ലാവരും ചിന്തിക്കും. ഇവിടെ അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വരുന്നത് 3 തരത്തിലുള്ള ആൾക്കാരാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം ആദർശം കൊണ്ടുവരുന്നവർ, രണ്ടാമത്തെ വിഭാഗം ആവേശം കൊണ്ടുവരുന്നവർ, മൂന്നാമത്തെ വിഭാഗം ആവശ്യം നേടാൻ വേണ്ടി വരുന്നവർ. പക്ഷെ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നേതൃത്വത്തിന് തിരിച്ചറിയാൻ പറ്റും, പക്ഷെ സാധാരണക്കാർക്കും അനുഭാവികൾക്കും അംഗങ്ങൾക്കും ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല. അതിൽ ആദർശം കൊണ്ടുവരുന്നവർ, അവർക്ക് 2 ലക്ഷണങ്ങളുണ്ട്. ആ 2 ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ആദർശം കൊണ്ടുവരുന്നവർക്ക് നേതൃസ്ഥാനം വേണ്ട, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, പേരും പണവും ഒന്നും പത്രത്തിൽ വരികയും വേണ്ട. ഇത് ആദർശം കൊണ്ടുവരുന്നവർ. പക്ഷെ അവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവരോട് നമ്മൾ ചോദിക്കാണ്, ചേട്ടാ ഒരു ബൂത്ത് പ്രസിഡന്റ് ആകാമോ എന്ന് ചോദിച്ചാൽ, അയ്യോ അതൊന്നും ഞാനില്ല, നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യാം. ചേട്ടാ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വരാമോ? അതൊന്നും എനിക്ക് വയ്യ, ഞാൻ നിങ്ങൾ പറയുന്നത് ചെയ്യാം. അല്ല, സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വന്നാൽ നിങ്ങളെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് വലിയ സാധ്യതകൾ ഉണ്ടല്ലോ, അല്ല അതൊന്നും വേണ്ട, എന്താ പറഞ്ഞോ ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ അവർക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമോ? തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല. പക്ഷെ പാർട്ടി പറയുന്നത് എന്തും ചെയ്യും, എപ്പോഴും ചെയ്യും, എന്ത് ത്യാഗവും ചെയ്യും. അതിനുവേണ്ടി ജീവൻ കൊടുക്കും, കയ്യോ കാലോ വേണേ കൊടുക്കും, സ്ഥലം കൊടുക്കും, പണം കൊടുക്കും, സമയം കൊടുക്കും, അധ്വാനിക്കും. പക്ഷെ സ്ഥാനമാനങ്ങൾ വേണ്ട, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട, പത്രത്തിൽ പേര് വരണ്ട, ഫോട്ടോയിൽ വരില്ല, ക്യാമറയ്ക്ക് മുമ്പിൽ ഇടിക്കില്ല. ഇത് ആദർശം കൊണ്ടുവരുന്നവർ. രണ്ടാമത്തേത്, അവര് ആവേശം കൊണ്ടുവരുന്നവരാണ്. ബി ജെ പിക്ക് സീറ്റുകൾ ഇങ്ങനെ കൂടുമ്പോൾ, ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ഇവര് തുള്ളിച്ചാടാൻ വരും. ഇലക്ഷൻ കാലത്തും വരും. ഭയങ്കര ഓളവും ആവേശവും ഒക്കെ ആയിട്ടങ്ങ് പോകും. അപ്പോൾ ഇലക്ഷനും കഴിഞ്ഞു, ബഹളം എല്ലാം കഴിഞ്ഞു, പിന്നെ ഇവരെ കാണുന്നത് അടുത്ത ഇലക്ഷനാണ്. ഇതിൽ ചില നിരാശാവാദികളുണ്ട്. അതായത് ഏതെങ്കിലും കാരണവശാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയെന്നിരിക്കട്ടെ, അപ്പോൾ ഇവരൊരു സത്യപ്രതിജ്ഞ ചെയ്യും, ഇനി മേലാൽ ഞാൻ ബി ജെ പി പരിപാടിക്കില്ല, സംഘപരിവാറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിട്ടു. വെറുതെ പറയുന്ന, അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ കുളിച്ചു കുറിയും തൊട്ടിവൻ പിന്നെയും വരും. കാരണം അതെന്താണെന്നറിയാമോ? ആവേശം കൊണ്ട് വരുന്നവൻ. മൂന്നാമത്തെ വിഭാഗമാണ് നമുക്ക് ഒരു പിടിയും കിട്ടാത്തത്. അവരാവശ്യത്തിന് വേണ്ടി വരുന്നതാണ്. അവർക്കൊരാവശ്യമുണ്ട്. ചിലപ്പോൾ അത് വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യമായിരിക്കും, ചിലപ്പോൾ അത് നേതൃത്വപരമായിട്ടുള്ള ആവശ്യമായിരിക്കും, ചിലപ്പോൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ആവശ്യമായിരിക്കും, ചിലപ്പോൾ അതിന് സ്വാധീനം, അധികാരം എന്നുള്ള ആവശ്യമായിരിക്കും. പക്ഷെ വരുമ്പോൾ ഇവരെ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. വരുമ്പോൾ ഇവര് അച്ചടക്കമുള്ള, വിനയമുള്ള, നല്ല സ്വഭാവമുള്ള, വിധേയനായ, 100 അല്ല 1000% ആശയ പ്രതിബദ്ധതയുള്ള, ആരാധിക്കാൻ തോന്നി
അവരെയൊക്കെ അങ്ങോട്ട് ദൈവമാണെന്ന് തോന്നിപ്പോകും. അപ്പൊ അവർക്ക് ആരാധകരെ കിട്ടും. ഇവര് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞാടും, എന്ത് കിട്ടിയാലും അവിടെ എല്ലാം ഗംഭീരമായിട്ട് ഷൈൻ ചെയ്യും. പക്ഷേ അവരുടെ ലക്ഷ്യം ഇതൊന്നും അല്ല, വേറെ ചിലതായിരിക്കും. ആ ലക്ഷ്യം സാധിക്കാൻ കഴിഞ്ഞില്ല എന്ന് കണ്ടാൽ അവരപ്പോൾ മറുകണ്ഠം ചാടും. ഇത് ആവശ്യത്തിന് വേണ്ടി വരുന്നവർ. അവർക്ക് ആദർശത്തിന്റെ പരിവേഷമൊക്കെ കാണും, പക്ഷെ അവർ വരുന്നത് ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. ആവശ്യത്തിന് വേണ്ടി വരുന്നവർ ആവശ്യം നടന്നാലും പോകും, നടന്നില്ലെങ്കിലും പോകും. ആവശ്യം നടന്നില്ലെങ്കിൽ അത് പറഞ്ഞു പോകും. ആവശ്യം നടന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞല്ലോ, പിന്നെ അവർ പോകും. ഇതാണ് ഈ 3 വിഭാഗം ആൾക്കാർ. അങ്ങ് ഒരു ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സന്ദീപ് വാര്യർ പെട്ടെന്നൊരു ദിവസം ഒരു കൂറുമാറ്റം ഉണ്ടായി എന്നാണ് അങ്ങ് സൂചിപ്പിച്ചത്. ഇത് പെട്ടെന്നുണ്ടായ ഒന്നാണോ? ഇതിനൊരു ചരിത്രമില്ലേ? ഒരു ചെറിയ കാലയളവിലേക്കെങ്കിലും ഒരു അസംതൃപ്തിയുടെയും എന്താ പറയേണ്ട ഒരു ചേർച്ചയില്ലായ്മയുടെയൊക്കെ ഒരു ചരിത്രമില്ലേ? കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്കിങ്ങനെ കണ്ടെത്താൻ സാധിച്ചെന്ന് വരാം. അതായത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല, വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നില്ല, വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല. ഈ വേണ്ടത്ര എന്നൊക്കെ പറയുന്നത് സ്വയം അളവുകോലാണ്, മറ്റാരുടെ അളവുകോലല്ല. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഓരോ വ്യക്തികളും ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം. അങ്ങനെ ഇദ്ദേഹവും കാണിച്ചിട്ടുണ്ടാവാം. എനിക്ക് അദ്ദേഹത്തോട് അത്ര അടുപ്പമില്ലാത്തത് കൊണ്ട് ഓരോ കാര്യത്തിലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പരിഗണിക്കണം എന്നല്ലാതെ എല്ലാ ആവശ്യവും എപ്പോഴും സാധിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും അങ്ങ് പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമാണ് കുറച്ചുകൂടെ. എന്തായാലും സന്ദീപിൻ്റെ ഈ പോക്ക് കൊണ്ട് BJP രാഷ്ട്രീയത്തിന് എന്താണ് ഭാവിയിൽ സംഭവിക്കുക? ഇത് നേട്ടമാണോ കോട്ടമാണോ എന്ന് അങ്ങ് എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഞാനിത് BJPക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാൻ വേണ്ടി പറയുന്ന ഒരു കൃത്രിമ മറുപടി അല്ല ഇത്. BJPക്ക് കിട്ടിയ വലിയൊരു ലോട്ടറിയാണ് സന്ദീപിന്റെ മറുകണ്ഠം ചാടൽ. അതായത് BJPക്കുള്ളിലുള്ള എല്ലാ നേതാക്കന്മാരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഡാറിന്റെയും മൈക്രോസ്കോപ്പിന്റെയും CCTVയുടെയും ഒക്കെ കീഴിലായി കഴിഞ്ഞു. ഇനി എല്ലാ നേതാക്കന്മാരെയും ജനങ്ങൾ സംശയിക്കും, അനുയായികളും അംഗങ്ങളും എല്ലാം സംശയിക്കും. സന്ദീപിനെ പോലെ ഒരു ദിവസം ചാടുമോ എന്ന് സംശയിക്കും. അങ്ങനെ സംശയിക്കുമ്പോൾ സംശയത്തിനതീതമായ, നിഷ്കളങ്കമായ, സുതാര്യമായ, ഡെഡിക്കേറ്റഡ് ആയ, സമർപ്പിതമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടി വരും. അതായത് 100% ആത്മാർത്ഥമായിട്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഒരു നേതാവ് പ്രവർത്തിക്കുന്നത്, ഒരു പ്രവർത്തകൻ നിലനിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല കൂടി ഇനിയിപ്പോൾ ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാകും. മാത്രമല്ല വലിയൊരു ഗുണം കിട്ടാൻ പോകുന്നത് ഈ വീരാരാധനയും താരാരാധനയും ആയിട്ട് നടക്കുന്ന ആവേശ കമ്മിറ്റിക്കാര് ഇനി അല്പം ജാഗ്രത പാലിക്കും. ഈ ആവേശ കമ്മിറ്റിക്കാര് ആണ് പലരെയും ആകാശത്തിൽ കയറ്റുന്നത്. അങ്ങനെ ആകാശത്തിൽ കയറിയവരാണ് അവിടുന്ന് തലകുത്തി വീഴുന്നത്. ഭാരതത്തില് ഇതിന് ചില ചരിത്രങ്ങളുണ്ട്. ഈ നമ്മളിപ്പോ വാജ്പേയി, അദ്വാനി എന്നൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. ഒരു അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനിയും കൂടെ ഒന്നിച്ചു കൂടിയാൽ എങ്ങനെയിരിക്കും? അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ ജനസംഘ കാലത്ത്. അപ്പൊ അദ്ദേഹം പാർട്ടി വിട്ടുപോയി. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു BJP ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് ഇപ്പൊ ആർക്കും അറിയത്തില്ല. അപ്പോ പ്രസ്ഥാനം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രസക്തിയുമില്ല. അതിനുശേഷം നമുക്കറിയാമല്ലോ, നമ്മുടെ കല്യാൺ സിംഗ്, അതുപോലെ മായാവതി, ശങ്കർ സിംഗ് വഗേല, നമ്മുടെ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി യെദിയൂരപ്പ, എന്തിന് കേരളത്തിൽ രാമൻ പിള്ള സാർ അടക്കമുള്ള ആൾക്കാർ പാർട്ടി വിട്ടുപോയില്ലേ? മറ്റു പല പാർട്ടികളും ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് എന്തുണ്ടായി? അവരെല്ലാം തിരിച്ചു വരേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് ഇതൊന്നും കണ്ടുപഠിക്കാത്തത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഓരോ ചെറിയ നേതാവും ഇനി ശ്രദ്ധിക്കും, ഇങ്ങനെയൊക്കെയാണ് ഇത് എന്ന്. അതുകൊണ്ട് ചരിത്രം പഠിക്കാൻ നല്ലൊരു അവസരമായി തീരും. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. പാർട്ടിയിലെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ശുദ്ധീകരിക്കപ്പെടും. പാർട്ടിക്ക് നല്ല ഒരു ഇമേജ് കെട്ടിപ്പടുക്കാനും വ്യക്തിപരമായി ഓരോ നേതാവും ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലോട്ടറിയാണ്, BJPക്ക് കിട്ടിയ ലോട്ടറിയാണ്. ശരിയാണ്, അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഒരു പരിധിവരെ. പക്ഷേ അങ്ങ് മനസ്സിലാക്കണം, ഈ ചാനൽ ചർച്ചകളിൽ BJPക്ക് വേണ്ടി അരയും തലയും മുറുക്കി
കൂർത്ത് മൂർച്ചയുള്ള ഭാഷയിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന മറുപടികൾ, എന്താ പറയേണ്ട, ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഡിബേറ്റുകൾ, സംവാദങ്ങൾ ഒക്കെ BJPയെ വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ, ഒരു സൈദ്ധാന്തികമായിട്ട് കൂടെ അറിവുള്ള ഒരാളാണ്, അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അത് BJPക്ക് സത്യത്തിൽ ചെറിയ പരിക്കാണോ ഉണ്ടാക്കുക? അവിടെ സാങ്കേതികത്വത്തിന്റെ ഒരു വസ്തുത നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അതായത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കും. സന്ദീപ് വാര്യർ ഒരു വാട്സാപ്പ് വാര്യർ ആണ്. അതിന്റെ കാരണം പറയാം. സാങ്കേതിക വിദ്യകളും സോഷ്യൽ മീഡിയയും വരുമ്പോൾ ഇന്ന് കേരളത്തിൽ BJPയുടെ പാനലിസ്റ്റുകളായിട്ടും വക്താക്കളായിട്ടും ഡിബേറ്റർമാരായിട്ടും ഇന്ന് ചാനലുകളിൽ വരുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു 10 പേരെങ്കിലും സന്ദീപ് വാര്യരോടൊപ്പമോ അതിന് മുകളിലോ നിൽക്കാൻ കഴിയുന്നവരാണ്. ഏറ്റവും കുറഞ്ഞത് 10 പേരെങ്കിലും. അപ്പോൾ അവര് ചെയ്യാത്തതും സന്ദീപ് ചെയ്തതുമായ ഒരു കാര്യമുണ്ട്. അതായത് താൻ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അത് വീണ്ടും വിറ്റഴിക്കുക, സോഷ്യൽ മീഡിയയിൽ കൂടി അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ്. അതിന് മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ ഉണ്ട്. മാർക്കറ്റിംഗ് ആണത്. ആ സെൽഫ് മാർക്കറ്റിംഗിന് ഏജൻസികളുണ്ട്. ഇപ്പോ ഞങ്ങളുടെ അടുത്തും വരാറുണ്ട്. ഈ സെൽഫ് മാർക്കറ്റിംഗ് നിങ്ങൾ ഇത്ര മാസം തന്നാൽ നിങ്ങളെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യാം, ഇത്ര രീതിയിൽ പ്രൊജക്ട് ചെയ്യാം എന്നൊക്കെ പറയും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ചില ഏജൻസികളെ ആശ്രയിച്ചാൽ നമ്മൾ നടത്തുന്ന ചാനൽ ചർച്ചകളിൽ നിന്ന് 30 സെക്കൻഡും 10 സെക്കൻഡും 50 സെക്കൻഡും ഒക്കെ മുറിച്ചെടുത്ത് മാർക്കറ്റ് ചെയ്തു തരും. ഇങ്ങനെയുള്ള മാർക്കറ്റ് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ മാർക്കറ്റും ഈ തന്ത്രങ്ങളും ഉപയോഗിക്കാത്തവർ കഴിവില്ലാത്തവരാണെന്നോ, കുറിക്കുകൊള്ളുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാത്തവരാണെന്നോ, ഡാറ്റ കളക്ഷൻ ഇല്ലാത്തവരാണെന്നോ, അറിവില്ലാത്തവരാണെന്നോ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ മാർക്കറ്റിംഗ് ഇല്ലാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരെ ഇദ്ദേഹത്തിന്റെ ഈ പ്രകടനവുമായി താരതമ്യം ചെയ്യേണ്ട കാര്യവുമില്ല. ഇത് വരുന്ന ആളുകളിൽ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങ് പറഞ്ഞത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവരും. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ മാതൃഭൂമിയുടെ പുസ്തകോത്സവം നടന്നു. മാതൃഭൂമി സാഹിത്യോത്സവം, ലിറ്റററി ബുക്ക് ഫെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് പുസ്തകമേളകളും പുസ്തകോത്സവങ്ങളും നടക്കുന്നു, സാഹിത്യ ഉത്സവങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിൽ സന്ദീപിൻ്റെ ഡിബേറ്റ്, ഞാൻ അവസാനം ഒരു ഡിബേറ്റ് കണ്ടായിരുന്നു. പക്ഷെ സന്ദീപ് വളരെ, എന്താ പറയേണ്ടത്, വളരെ കൃത്യമായിട്ട് BJPയുടെ നിലപാട്, സംഘപരിവാർ നിലപാട് അവതരിപ്പിക്കുകയും താൻ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ നിരത്തുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച സമയത്ത് തന്നെ BJPക്ക് തൊട്ടുകൂടായ്മ പ്രഖ്യാപിച്ച് ഈ LDFും UDFും രംഗത്ത് വന്നു. അന്ന് അദ്ദേഹം ഈ CPMലെയും CPIയിലെയും കോൺഗ്രസ്സിലെയും, എന്തിനു പറയുന്നു, മുസ്ലിം ലീഗിലെ പോലും ആൾക്കാർ BJPയുടെ സഹായം തേടിയതും BJPയുടെ തോളി കൈയിട്ടതും BJPയുടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതും ഒക്കെ രേഖാമൂലം തെളിവുകൾ പുറത്തുവിട്ടാണ് സന്ദീപ് വാര്യർ അന്ന് സംസാരിച്ചത്. അതിന് വലിയ പ്രചാരവും കിട്ടി. അപ്പോൾ വാസ്തവത്തിൽ സന്ദീപ് വാര്യർ അത്ര ഒരു മോശക്കാരനാണോ? സന്ദീപ് വാര്യർക്ക് BJPയിൽ ഒരു വലിയ സ്പേസ്, ഒരു ഇടമുണ്ടായിരുന്നില്ലേ? അതല്ലേ ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യരെ പോലെ ഒരാളുടെ നഷ്ടം BJPക്ക് തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി തന്നെയല്ലേ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സന്ദീപ് വാര്യർ വ്യക്തിപരമായി കഴിവുള്ള ആൾ തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള ഈ കഴിവ് എവിടെയാണ് പ്രദർശിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവും. അതായത് സമുദ്രത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ തിരമാലയായിട്ട് ആർത്തടിക്കാൻ പറ്റും. സമുദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കോരിയെടുത്തു കഴിഞ്ഞാൽ അവിടെ തിരമാല ഉണ്ടാവില്ല. ഇത് പണ്ട് നമ്മൾ കേട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഇഷ്ടം പോലെ സ്പേസ് കൊടുക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ ആർക്കും വളരെ പെട്ടെന്ന് വളരാം. പണ്ട് സ്പുട്നിക്കിനകത്ത് ഒരു പട്ടിയെ കയറ്റി ഇങ്ങോട്ട് വിട്ടല്ലോ, എവിടെയാ, ബഹിരാകാശത്തേക്ക് വിട്ടപ്പോ ഒരു കുട്ടിയോട് ചോദിച്ചു, ഇതിൽ നിന്ന് കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോ പൊക്കി വിടാൻ ഒരു റോക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് പട്ടിക്കും ബഹിരാകാശി എല്ലാം എന്ന് മനസ്സിലായി എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നു, BJPയിൽ തിളങ്ങി നിന്ന ഡിബേറ്റർ, BJPയിൽ തിളങ്ങി നിന്ന സോഷ്യൽ മീഡിയ പെർഫോമർ കോൺഗ്രസിലെത്തുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് നേരിട്ട് കാണാം.
അപ്പൊ നേരിട്ട് കാണുമ്പോൾ മാത്രമേ ഈ കാര്യം മനസ്സിലാവൂ. BJP കൊടുക്കുന്നത് പോലെയുള്ള പ്രൊമോഷനും സപ്പോർട്ടും പിന്തുണയും മറ്റേത് പാർട്ടിയിൽ നിന്ന് കിട്ടും. അത് വേദിയിൽ കസേര കിട്ടാനാണെങ്കിലും ഡിബേറ്റിൽ പങ്കെടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും. ഇനി ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട്. പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം അവിടെയാണ്. അതായത് മറ്റൊരു മറുവശം ഇതാണ്. ഈ ചാനലിൽ പെർഫോം ചെയ്യുന്ന ഒരാൾ ഒറ്റയ്ക്ക് വന്ന് പെർഫോം ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നും. കാരണം ഒറ്റയ്ക്ക് അവിടെ കാണുന്നത്. അതിനു മുമ്പ് ഈ പാനലിസ്റ്റുകളെ ചാനലിലേക്ക് വിടുന്നതിന് മുമ്പ് പരിശീലന പരിപാടികളുണ്ട്, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, ഇൻപുട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. എല്ലാ പാർട്ടിക്കും ഉണ്ട്, BJPക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കും ഉണ്ട്. അതെ, മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പ്രശാന്തിനോട് തുറന്നു പറയും. ഇപ്പൊ ചാനൽ ചർച്ചയ്ക്ക് പോകുന്ന പല ആൾക്കാരെയും പറയുമ്പോൾ ചിലർ പറയും ചിലർ സൗമ്യരാണ്, ചിലർ അഗ്രസീവാണ്, ചിലർ ഡൈനാമിക് ആണ്, ചിലർ ഇൻഫോർമേറ്റീവ് ആണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചാനൽ ചർച്ചയിൽ വരുമ്പോ ചാടിക്കടിക്കുന്ന ഭയങ്കരമായിട്ട് രോഷം കൊള്ളുന്ന ഒരാളായിരുന്നു. ആ നയമല്ല വേണ്ടത്. നിങ്ങൾ നയം മാറ്റും. നിങ്ങൾ പക്വതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചാടിക്കടിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് പക്വതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോ പാനലിസ്റ്റുകളുടെ ഇടയിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ചിലര് ഫൈറ്റർമാരായിരിക്കും, ഫോർവേഡ് ആയിരിക്കും കളിക്കുന്നത്, ചിലര് ബാറ്റ്സ്മാൻമാരായിരിക്കും, ചിലര് ബൗളർമാരായിരിക്കും, ചിലര് വിക്കറ്റ് കീപ്പർമാരായിരിക്കും. അവർക്കൊക്കെ ഓരോ റോളുണ്ട്. ഈ റോള് പാർട്ടി നിശ്ചയിച്ച് പരിശീലനം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. സിനിമയിലെ നായകനായിട്ടും വില്ലനായിട്ടും സ്വഭാവ നടനായിട്ടും സഹനടനായിട്ടും ഒക്കെ നിൽക്കുന്നവർക്ക് ഓരോ റോളുണ്ട്. ഈ റോള് പാർട്ടി നിശ്ചയിക്കുന്നത് കൂടിയാണ്. ഇതറിയാത്തവരാണ് ഇത് ഇദ്ദേഹത്തിന്റെ എന്തോ പ്രത്യേക സിദ്ധിയാണെന്ന് എല്ലാവരെ കുറിച്ചും തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ നഷ്ടം എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നഷ്ടമല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നഷ്ടമാണ്. കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം പോയാൽ അത് നഷ്ടമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു അങ്ങയോട്. സന്ദീപ് വാര്യർ BJPയോട് നന്ദികേട് കാട്ടിയോ? സന്ദീപ് വാര്യർ BJPയോട് നന്ദികേട് മാത്രമല്ല കാണിച്ചത്, ചതിയാണ് കാണിച്ചത്. അങ്ങേയറ്റം നിർണായകമായ ഒരു നിമിഷത്തിൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ ആ വിജയത്തിൽ നിന്ന് വലിച്ച് താഴെ ഇടാനുള്ള ഏറ്റവും നിന്ദ്യവും നീചവും ക്രൂരവുമായ ചതിയാണ് കാണിച്ചത്. ഇത് വേറൊരു പാർട്ടിയിലും വേറൊരു വ്യക്തിയും ചെയ്യില്ല. കാരണം അവനവനോട് തന്നെ, മനുഷ്യൻ അവനവന്റെ ആത്മാവിനോട് തന്നെ ഒരു ആത്മാർത്ഥത വേണ്ടേ? ഇത് അതില്ലല്ലോ. ഒറ്റ കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം, അതില്ലാതെ ഞാൻ വെറുതെ പറഞ്ഞാൽ. അതായത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്വീകരണ വേദിയിലേക്ക് സന്ദീപ് വാര്യർ ചെല്ലുമ്പോ സന്ദീപ് വാര്യരുടെ കൈകളിലെ ചരടുകൾ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു, രാഖി പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു, നെറ്റിയിലെ വരയും കുറിയും ഒക്കെ മായ്ച്ച് ശുദ്ധനായിരിക്കുന്നു. പാണക്കാട്ടേക്കും പാലായിലേക്കും ഇനിയിപ്പോൾ തീർത്ഥാടനം നടത്താൻ പോകുകയല്ലേ. അപ്പോൾ കുറി മായ്ച്ച് ചരട് മായ്ച്ച് എല്ലാം മാറ്റി. മീഡിയ വണ്ണില് ഇന്ന് രാവിലെയോ ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ RSSമായിട്ടുള്ള ബന്ധവും ഉപേക്ഷിച്ചോ? അതിനെന്താ സംശയം? ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിക്കാവുന്ന ബന്ധമാണോ RSSമായിട്ടുള്ളത്? എന്താ ഉപേക്ഷിച്ചുകൂടെ? പലരും ഉപേക്ഷിച്ചിട്ടില്ലേ എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴും RSSമായി ബന്ധം വിടാത്ത നിരവധി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ചരിത്രത്തിലുണ്ട്. ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇരിപ്പുണ്ട് തെക്കേ ഇന്ത്യയിലെ. കോൺഗ്രസിന്റെ തെക്കേ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി RSS ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹം അതിൽ അഭിമാനിക്കുന്നതായിട്ട് ഇപ്പോഴും നിൽക്കുന്നു. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം RSS ബന്ധം ഉപേക്ഷിച്ചു എന്ന് പരസ്യമായിട്ട് ചാനലുകൾക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിനാണ് വരാൻ പോകുന്ന നഷ്ടം. അദ്ദേഹം ആദർശപരമായി ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രാഖി പൊട്ടിച്ച് ചരട് പൊട്ടിച്ച് നെറ്റിയിലെ കുറി മായ്ച്ചിട്ടാണ് സുധാകരന് കൈ കൊടുത്തത്, VD സതീശന് കൈ കൊടുത്തത്. കാരണം നാളെ പാണക്കാട്ടേക്കും പാലായിലേക്കും പോകുമ്പോ എന്നെ അവർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഇന്നലെ വരെ പവിത്രമായി കരുതിയിരുന്ന ഭാരത സംസ്കാരവും ഹിന്ദുത്വത്തിന്റെയും സകല ലക്ഷണങ്ങളും മായ്ച്ചിട്ട് പരമപരിശുദ്ധനായിട്ടാണ്, വിനീത വിധേയനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ അടിമ മനോഭാവം ഉണ്ടല്ലോ. ആ അടിമ മനോഭാവം ഒരിക്കലും ഭാരതീയന്റെ അല്ല, ഒരിക്കലും ഹിന്ദുവിൻ്റെതുമല്ല. എന്തായാലും ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ച് അങ്ങേക്ക് നന്ദി. കാണാം.